പ്രൊസീജിയർ ഓഫ് റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ എന്താണെന്നാണ് പറയണത് കേട്ടോ. ഒരു 7 സ്റ്റെപ്പാണ് റിക്വസ്റ്റ് കൊടുക്കുന്ന പ്രൊസീജിയറായിട്ട് പറയണത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ദ റിക്വസ്റ്റ് ഷാൽ ബി ഇൻ റൈറ്റിംഗ് ഓർ ത്രൂ ഇലക്ട്രോണിക് മീൻസ്. എന്ത് ചെയ്യാം? ഒന്നില്ലെങ്കിൽ ഒരു വെള്ളക്കടലാസ് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡിലൂടെ അപ്ലൈ ചെയ്യാം. 2. ഫുൾ നെയിം ആൻഡ് അഡ്രസ്, പർട്ടിക്കുലേഴ്സ് ഓർ ഇൻഫർമേഷൻ റിക്വയർഡ് ആൻഡ് അതർ റെലവൻറ്റ് റെഫറൻസ് സെക്ഷൻ ഷുഡ് ബി ക്ലിയർലി റിഫ്ലക്റ്റഡ്. നമ്മൾ ഫുള്ള് പേരും അഡ്രസ്സും എഴുതാം, എന്തിനെക്കുറിച്ച് ഇൻഫർമേഷൻ ആവശ്യമുള്ളത്, അതിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറയാം. ബാക്കി എന്താണ് വ്യക്തമായിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഏത് തരത്തിലുള്ള ഇൻഫർമേഷനാണ്, എവിടെ നിന്നാണ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കണം. 3. The application must accompany with prescribed and rate of fee or documentary proof of remittance of fee. ആപ്ലിക്കേഷൻസിൽ നമ്മൾ ആ പ്രിസ്ക്രൈബ് ചെയ്താക്കുന്ന കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. എത്രയാണ് ഫീസ് എന്ന് വെച്ചാൽ അത്, ഡോക്യുമെൻ്ററി പ്രൂഫ് വേണമെങ്കിൽ അത് അടച്ചതിനുള്ള തെളിവ് വേണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെൻ്ററി കിട്ടാനും ഫീ അടയ്ക്കേണ്ട തെളിവ് ഉണ്ടായിരിക്കും, അതും എന്ത് ചെയ്യേണ്ടത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഏതിൻ്റെ കൂടെ? ആപ്ലിക്കേഷനൊപ്പം വെക്കണം. 4. പറയണത് ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ടു സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഓഫ് ദ കൺസേൺ പബ്ലിക് അതോറിറ്റി ഓർ ദ സ്റ്റേറ്റ് അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. ഇത് ആർക്കാണ് നമ്മൾ അയക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ വ്യക്തമാക്കിയിരിക്കണം. സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സിനാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനാണോ എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. 5. ഇല്ലിറ്ററേറ്റ് ആപ്ലിക്കൻറ്റ് can take the help of state public information officer for making request. അതായത് നിരക്ഷരാണെങ്കിൽ, നിരക്ഷരം എന്ന് പറഞ്ഞിട്ട് എഴുതാൻ അറിയാത്തവരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ സഹായത്താൽ റിക്വസ്റ്റ് തയ്യാറാക്കാവുന്നതാണ്. 6. നോ ഫീ ഫോർ ആപ്ലിക്കൻ ഹൂ ഓഫ് ദ കാറ്റഗറി ഓഫ് BPL. BPL കാറ്റഗറിയിലുള്ളവാണെങ്കിൽ അവർക്ക് എന്ത് യാതൊരു ഫീയും ഇല്ല. 7. നോ റീസൺ ഇസ് റിക്വയർഡ് ഫോർ മേക്കിംഗ് റിക്വസ്റ്റ്. പ്രത്യേകിച്ചൊരു കാരണവും വേണ്ട നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കാൻ. ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് യാതൊരു കാരണവും വേണമെന്നില്ല. അപ്പോൾ ഇത്രയും പ്രൊസീജിയേഴ്സാണ് റിക്വസ്റ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത്. പ്രൊസീജിയർ ടു റിക്വസ്റ്റ് ഇൻഫർമേഷൻ സെക്ഷൻ 6 and 7 പറയണത്. ആപ്ലിക്കൻ ടു മേക്ക് റിക്വസ്റ്റ് ഇൻ റൈറ്റിംഗ് ഓർ ഇലക്ട്രോണിക് ഇൻ ഇംഗ്ലീഷ്, ഹിന്ദി ഓർ ലോക്കൽ ഒഫീഷ്യൽ ലാംഗ്വേജ് വിത്ത് പ്രിസ്ക്രൈബ്ഡ് ഫീ ടു അപ്രോപ്രിയേറ്റ് അതോറിറ്റി. എത്രയാണോ ഫീ അതോടൊപ്പം നമുക്ക് എന്താണ് നമ്മളുടെ ലാംഗ്വേജ്, നമ്മളുടെ ഭാഷ എന്താണോ അതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിക്വസ്റ്റ് റൈറ്റപ്പ് ചെയ്യാനോ ഇലക്ട്രോണിക് മോഡിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് സെൻട്രൽ ഓർ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനോ സെൻട്രൽ ഓർ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനോ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഇനി ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുമ്പോൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസിലാണ്, പബ്ലിക് ഏജൻസീസിനെയാണ് നമ്മൾ അത് ഏൽപ്പിക്കുന്നത്. പിന്നെ റീസൺസ് പേഴ്സണൽ ഡീറ്റെയിൽസ് നീഡ് നോട്ട് ബി സ്റ്റേറ്റ്. വ്യക്തമാക്കേണ്ട കാര്യമില്ല. സെക്ഷൻ 6 സബ്സെക്ഷൻ 1 പ്രകാരം റീസൺ എന്താണെന്ന് നമ്മൾ വ്യക്തമാക്കേണ്ട കാര്യമില്ല. ഇനി സെക്ഷൻ 7 സബ്സെക്ഷൻ 5 പ്രകാരം പറയണത് ആപ്ലിക്കേഷൻ ഫീ എത്രയാണോ BPLകാർക്ക് എന്നത് എക്സംപ്റ്റഡ് ആണ്. എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡ്. എങ്ങനെയുള്ളവർക്ക്? BPL കാറ്റഗറി ആണെങ്കിൽ. ഡിസ്പോസൽ ടൈം ലിമിറ്റ്സ് ആണ് പറയണത്. 30 days ഫ്രം ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ 40 days ഇഫ് തേർഡ് പാർട്ടി ഈസ് ഇൻവോൾവ്ഡ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു ഞാനത്. തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ 40 days 90 days ഒക്കെ ആവാം. അപ്പോൾ 30 days ആപ്ലിക്കേഷൻ കിട്ടി 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? നമുക്ക് ഇൻഫർമേഷൻ കിട്ടണം എന്നാണ് പറയണത്. ഇനി എന്തെങ്കിലും ആരുടെങ്കിലും ജീവിതത്തെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന രീതിയിലുള്ളതാണെങ്കിൽ അത് എത്രയാണ്? 48 മണിക്കൂറിനുള്ളിൽ അത് കൊടുത്തിരിക്കണം. ഡിസ്പോസ് ചെയ്തിട്ടുണ്ടാവണം ഇൻഫർമേഷൻ. അഡീഷണൽ ഫീസ് ഇഫ് എനി ടു ബി പെയ്ഡ് ഡ്യൂറിങ് റിസീപ്റ്റ് ഓഫ് ഇൻഫർമേഷൻ. ചിലപ്പോൾ ഇൻഫർമേഷൻ ലഭിക്കുമ്പോൾ സ്വീകരിച്ചതിന് ശേഷം നമ്മൾ കൊടുത്ത ഫീസിന് പുറകെ നമുക്ക് അഡീഷണൽ ഫീയും ചിലപ്പോൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അത് ഇൻഫർമേഷൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ്. സ്വഭാവത്തിനനുസരിച്ചിട്ട് അതിൻ്റെ ഫീയിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. വ്യക്തികൾക്ക് എന്ത് ചെയ്യാം? റിക്വയർഡ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സിന് പേയ്മെൻറ്റ് ഫീ അടച്ചിട്ട് എന്ത് ചെയ്യാം? നമ്മൾക്ക് അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. 30 daysനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് അപ്പീൽ പോവാം. പിന്നെ അത് കഴിഞ്ഞിട്ട് 30 അതും കഴിഞ്ഞിട്ട് പിന്നെ 90 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് അപ്പീലിൽ പോകാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് തന്ന ഇൻഫർമേഷൻ നമ്മൾക്ക് തൃപ്തികരമല്ലെങ്കിൽ നമുക്ക് അപ്പീലിന് പോകാം. ആദ്യത്തെ 30 ദിവസത്തെ വിത്തിൻ 30 days ആണ്. രണ്ടാമത്തെ 90 days ആണ്. വിത്തിൻ 90 days കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ എത്രയാണ് കോസ്റ്റ്, എത്ര വന്നത് അത് എന്ത് ചെയ്യും?
പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസ് തിരിച്ചു കൊടുക്കണം. സിറ്റിസന് ആവശ്യമായ ഇൻഫർമേഷൻ കൊടുക്കുന്നതിൽ അവർ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ. അപ്പം മിക്കവാറും 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഇൻഫർമേഷൻസ് വ്യക്തികൾക്ക് കൊടുക്കണം. അല്ലെങ്കിൽ നിരസിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കാരണവും വ്യക്തമാക്കേണ്ടതാണ്. ഇപ്പോൾ ടൈം ലിമിറ്റും ഫീയുമാണ് അടുത്തതിൽ പറയണത്. The RTI Act ensures provision of information within 30 days. But when some records are destroyed or not readily available or the information related to many departments, it may take more than 30 days. സാധാരണ എന്താണ് പറയുന്നത്? 30 ദിവസമാണ് ഇൻഫർമേഷൻ കിട്ടുന്നുള്ള കാലയളവ് പറയണത്. പക്ഷെ ചില സമയത്ത് എന്താണ്, ചില റെക്കോർഡുകൾ നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ലഭ്യമാകുന്നതല്ല. പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടതാണെങ്കിൽ അതെന്താ 30 days എബോവ് പോവാം. ഇൻ സച്ച് കേസസ് പബ്ലിക് ഇൻഫർമേഷൻ മേ ഇൻറ്റിമേറ്റ് ദ റീസൺ ഫോർ ഡിലേ. അപ്പം അങ്ങനെ 30 days ഓവർ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ ഇൻഫർമേഷൻ ഓഫീസർ അത് എന്താണ് കാരണം വൈകുന്നതിനുള്ള വ്യക്തമാക്കണം. ആർക്ക് വ്യക്തമാക്കി കൊടുക്കണം? ആരാണ് ആപ്ലിക്കൻ്റ് അയാൾക്ക് പറഞ്ഞു കൊടുക്കണം എന്തുകൊണ്ടാണ് ഡിലേ വരാൻ കാരണമെന്നുള്ളത്. The public information officer may be penalized for nil action if the matter is referred to appellate authorities. ഇനി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്? ബന്ധപ്പെട്ട അധികാരികൾ ഇൻഫർമേഷൻസ് യാതൊരു കാരണവുമില്ലാതെ അവരത് കൊടുക്കുന്നില്ലെങ്കിൽ, ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നില്ലെങ്കിൽ അവർക്കെതിരെ പെനാൽറ്റി ഫീ അടപ്പിക്കുന്നതിനും ആർക്ക് അധികാരമുണ്ട്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് അധികാരമുണ്ട്. അപ്പോൾ ടൈം ലിമിറ്റ് സാധാരണ കേസിൽ 30 days ആണ് പറയണത്. പിന്നെ ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരികയോ റെക്കോർഡ്സുകളൊക്കെ നശിച്ചു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത്തരത്തിലുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? അത് വ്യക്തമാക്കണം. കാരണം എന്താണെന്നുള്ളത് വ്യക്തമാക്കി കൊടുക്കണം. പിന്നെ എന്താണ്, ചിലവർ മനഃപൂർവ്വം എന്ത് കൊടുക്കാതെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാത്തതായിരിക്കാം. അപ്പോൾ അതിനെതിരെ പെനാൽറ്റി ഈടാക്കുകയും ചെയ്യാം. ഇനി ഫീ ആണ് പറയണത്. For central government departments, ₹10 is the fee to be paid with every RTI application. സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞാൽ തന്നെ 10 രൂപയാണ് ആപ്ലിക്കേഷൻ ഫോമിന് പറയണത്. മോഡ് ഓഫ് റെമിറ്റൻസ് മേ ബി വേരിയസ് ഫ്രം ഗവൺമെൻറ് ടു ഗവൺമെൻറ്. ഗവൺമെൻറ്റിനനുസരിച്ചിട്ട് എന്താണ് പേയ്മെൻറ്റ് നടത്തുന്ന രീതിയിൽ വ്യത്യാസമുണ്ടാവും. അതായത് നമ്മൾ അടയ്ക്കണത് ഒന്നല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് ബാങ്കിൽ അടയ്ക്കാം, അല്ലെങ്കിൽ നേരിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പോലെ GPay അങ്ങനെ ഓൺലൈൻ നമുക്ക് പേയ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും. That is somewhere cash payment is allowed, otherwise it is through court fee stamp or postal order. ക്യാഷ് പേയ്മെൻറ്റ് അനുവദനീയമല്ലെങ്കിൽ നമ്മൾ കോർട്ട് ഫീ സ്റ്റാമ്പോ പോസ്റ്റൽ ഓർഡറോ ആയിട്ടായിരിക്കാം ഇത്തരത്തിൽ ഫീ പേ ചെയ്യണത്. ഇപ്പോൾ കോർട്ട് ഫീ സ്റ്റാമ്പൊക്കെ നമ്മളിപ്പോൾ 10 രൂപയുടെ അല്ലെങ്കിൽ 5 രൂപയുടെയൊക്കെ പതിച്ചിട്ട് ചില മുദ്ര പേപ്പറിലൊക്കെ ചെയ്യാറില്ല. അപ്പോൾ അതുപോലെയാണെങ്കിൽ അത്തരത്തിലായിരിക്കും ഫീ അവർ ഈടാക്കുന്നത്. ബട്ട് സെൻഡിങ് ആപ്ലിക്കേഷൻ ത്രൂ പോസ്റ്റ് മസ്റ്റ് ബി സപ്പോർട്ട് വിത്ത് ഇന്ത്യൻ പോസ്റ്റൽ ഓർഡർ ഓർ കോർട്ട് ഫീ സ്റ്റാമ്പോ ₹10. എന്താണ് ആപ്ലിക്കേഷൻ നമ്മൾ പോസ്റ്റ് വഴിയാണ് അടയ്ക്കുന്നതെങ്കിൽ പോസ്റ്റൽ ഓർഡർ ആയിട്ടോ കോർട്ട് ഫീ സ്റ്റാമ്പിൻ്റെ രൂപത്തിൽ 10 രൂപയുടെ കോർട്ട് ഫീ സ്റ്റാമ്പോ എന്തിലിരിക്കണം? ആപ്ലിക്കേഷനിൽ പതിച്ചിട്ടുണ്ടായിരിക്കണം. ബട്ട് പീപ്പിൾ ദോസ് ഹു ആർ ഇൻ BPL കാറ്റഗറി ഷാൽ നോട്ട് പേ എനി ഫീ. BPL ആണെങ്കിൽ ഫീ ഒന്നുമില്ല. 4 copies or records ₹2 will be charged for each page. പിന്നെ റെക്കോർഡ്സിൻ്റെ എത്ര എണ്ണമുണ്ട് അതിൻ്റെ കോപ്പീസിനനുസരിച്ചിട്ട് ഒരു കോപ്പിക്ക് 2 രൂപ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവരത് ഈടാക്കും. റെക്കോർഡ് എത്ര എണ്ണം, ഇപ്പം കുറേ പേജുകൾ ഉണ്ടെങ്കിൽ അത് ഒരെണ്ണത്തിന് 2 രൂപ വെച്ചിട്ട് അവർ ഈടാക്കും ചെയ്യും. ഈ 10 രൂപ എന്നുള്ളത് BPL കൊടുക്കേണ്ട, പക്ഷേ ഈ എക്സ്ട്രാ ചാർജ് വന്നത് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ചില സമയത്ത് എന്ത് സംഭവിക്കാം? ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ റിജക്റ്റിൻ്റെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നതെന്നാണ് പറയണത്. ഒരു 12 പോയിൻറ്റ്സ് ആണ് പറയണത് കേട്ടോ. ഫസ്റ്റത്തെ ഇൻകംപ്ലീറ്റ് റിക്വസ്റ്റ് ആണെങ്കിൽ, റിക്വസ്റ്റ് കംപ്ലീറ്റ് അല്ല, ആർക്ക് വേണ്ടിയിട്ടാണെന്നോ അല്ലെങ്കിൽ ഏത് തരത്തിൽ ഇൻഫർമേഷനാണോ വേണ്ടതെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ. രണ്ടാമത്തത് if information is prejudicial and affect the sovereignty of nation, രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും നീതിന്യായത്തെയും ചോദ്യം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന ഇൻഫർമേഷൻ ആണെങ്കിൽ റിജക്റ്റ് ചെയ്യാം. 3 സീക്ക് ഇൻഫർമേഷൻ വിച്ച് ഹാസ് ബീൻ ഫോർബിഡൻ ടു ബി പബ്ലിഷ്ഡ് ബൈ എനി കോർട്ട്. എന്താണ്? കോർട്ടിൻ്റെ സഹായത്തോടു കൂടി മാത്രം നമുക്കത് പുറമേക്ക് വെളിപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളെങ്കിൽ, ഫോർബിഡൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തടഞ്ഞു വെച്ചാക്കുന്നതാണെങ്കിൽ അത്തരത്തിലും എന്ത് ചെയ്യാം? ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാം. കോടതി ഏതെങ്കിലും കാര്യത്തിൽ അത് കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
നാലാമത്തത് ഇൻഫർമേഷൻ വിച്ച് മേ കോസ് ബ്രീച്ച് ഓഫ് പ്രിവിലേജ് ഓഫ് പാർലമെൻറ്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ. എന്താണ് പാർലമെൻറ്റിൻ്റെ അധികാരത്തെയോ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണത്തെയോ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ ആണെങ്കിലും അത്തരത്തിൽ ഇൻഫർമേഷൻ ആപ്ലിക്കേഷൻ കൊടുത്തെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഇൻഫർമേഷൻ about കൊമേഴ്ഷ്യൽ കോൺഫിഡൻസ്, എന്താണ് വ്യാപാരപരമായിട്ടുള്ള എന്തെങ്കിലും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ആപ്ലിക്കേഷൻ വന്നതെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഇൻഫർമേഷൻ വിച്ച് വുഡ് ഇംപീഡ് ഓർ ഒബ്സ്ട്രക്ട് ദ പ്രോസസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഓർ അപ്രഹെൻഷൻ ഓഫ് ഒഫൻഡർ. ഇപ്പം എന്താണ് ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിക്കുന്ന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരുടെ റിസർച്ച് നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന പ്രവർത്തനങ്ങളെ തടസ്സം നിൽക്കുന്ന രീതിയിലാണ് അവരുടെ ഇൻഫർമേഷൻസ് ആപ്ലിക്കേഷൻ വന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്കത് റിജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. റിലേറ്റ്സ് ക്യാബിനറ്റ് പേപ്പേഴ്സ് ഇൻക്ലൂഡിംഗ് റെക്കോർഡ്സ് ഓഫ് ഡെലിബറേഷൻ ഓഫ് കൗൺസിൽ മിനിസ്റ്റേഴ്സ്. ചില മന്ത്രിമാരുടെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് അത് ക്യാബിനറ്റ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത് അവിടുത്തെ കാര്യങ്ങളാണ് അറിയുന്നതെങ്കിൽ അത് ചിലപ്പോൾ സീക്രസി ഉള്ളതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ബന്ധപ്പെട്ടതാണെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റും. അൺവാറൻറ്റഡ് ഇൻവേഷൻ ഓഫ് അതേഴ്സ് പ്രൈവസി, മറ്റുള്ളവരുടെ സ്വകാര്യതയെക്കുറിച്ച് അറിയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്തരത്തിൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യില്ല. about occurrence or event which happened more than 20 years back. അതായത് നമ്മളിപ്പോൾ കൊടുത്ത ആപ്ലിക്കേഷൻ പ്രകാരം ഇൻഫർമേഷൻസ് 20 കൊല്ലം മുൻപ് നടന്നതാണെങ്കിൽ അത്തരത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊന്നും എന്ത് ചെയ്യേണ്ട, ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. 10th പോയിന്റ്, ഇൻഫർമേഷൻ ഇൻവോൾവ്സ് ആൻ ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് കോപ്പി റൈറ്റ്സ്. എന്താണ് കോപ്പി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എഴുതിയതിനെ കുറിച്ചുള്ളതാണെങ്കിൽ ഒരാൾ എഴുതിയ പുസ്തകത്തെക്കുറിച്ച് അയാളുടെ അല്ല ഇത് എൻ്റെ ആണെന്ന് പറഞ്ഞൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. അടുത്തത് കേസസ് വെയർ മാറ്റർ ഈസ് അണ്ടർ പ്രോസസ് ഓർ എക്സാമിനേഷൻ. ഏതെങ്കിലും കോടതിയുടെ കീഴിൽ വന്നിരിക്കുന്ന കേസിനെ കുറിച്ചുള്ളതാണെങ്കിൽ അപ്പം കേസ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അതിനെക്കുറിച്ച് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. Notwithstanding anything in the Official Secret Act 1923. എന്താണ് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് 1923 പ്രകാരം അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒന്നാണെങ്കിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ട, അത്തരത്തിൽ അവർക്കത് റിജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആപ്ലിക്കേഷൻസ് വന്നത് ശരിയായ രീതിയിലല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാനും സാധിക്കും. Where a request is rejected, ഇനി റിക്വസ്റ്റ് റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഷാൽ ഇൻഫോം ഫോളോവിങ് ടു ദ ആപ്ലിക്കൻ്റ്. ആപ്ലിക്കൻറ്റിന് ആരറിയിക്കണം, സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസർ അറിയിക്കണം. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് റിജക്റ്റ്, എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്തെന്നുള്ള കാരണം അവർ അറിയിക്കേണ്ടതായിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് പറയണത്. റീസൺ ഫോർ സച്ച് റിജക്ഷൻ, റിജക്ഷൻ ചെയ്യാനുള്ള കാരണം എന്താണ്. പീരീഡ് വിത്തിൻ വിച്ച് അപ്പീൽ മേ ബി പ്രിഫേർഡ്, എത്ര നാളിനുള്ളിൽ അവർക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റും എന്നുള്ളത്. ഫസ്റ്റ് അപ്പീൽ സെക്കൻഡ് അപ്പീൽ എന്ന് പറഞ്ഞല്ല, എത്ര നാളുകൾക്കുള്ളവർക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റും എന്ന് പറയാം. 3ാമത് ദ പർട്ടിക്കുലേഴ്സ് അപ്പലേറ്റ് അതോറിറ്റി, ഏത് അതോറിറ്റിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് പറയാം. ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് കമ്മീഷണർ, സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആപ്ലിക്കേഷൻസിന് അറിയിക്കേണ്ട ബാധ്യതയുണ്ട്. റിജക്റ്റ് ചെയ്യാനുള്ള കാരണം ഒന്ന് റീസൺ, 2ാമത് അപ്പീൽ പോകാനുള്ള സമയം എപ്പോഴാണ്, 3ാമത് ഏത് അതോറിറ്റിയുടെ കീഴിലാണ് ഇൻഫർമേഷൻസ് വരുന്നതെന്ന്. ഇനി അപ്പീലിൽ ഉള്ള കാര്യങ്ങൾ എന്താണെന്നാണ് പറയണത്. ഇഫ് ദ ആപ്ലിക്കൻറ്റ് ഡസ് നോട്ട് റിസീവ് എനി ഇൻഫർമേഷൻ ഓർ ഡിസിഷൻ അബൌട്ട് റിജക്ഷൻ ഓർ റിക്വസ്റ്റ് ഓർ കമ്മ്യൂണിക്കേഷൻ അബൌട്ട് പേയ്മെൻറ്റ് ഓഫ് അഡീഷണൽ ഫീ വിത്തിൻ ദ സ്പെസിഫൈഡ് ടൈം, ഹി ക്യാൻ മേക്ക് ആൻ അപ്പീൽ ടു ദ ഫസ്റ്റ് അപ്പലേറ്റ് അതോറിറ്റി. എന്താണ് ആപ്ലിക്കൻറ്റിനെ അവർക്ക് പറഞ്ഞ സമയത്ത് ഇൻഫർമേഷൻ കിട്ടിയില്ല, അതുപോലെ റിജക്റ്റ് ചെയ്യാനുള്ള റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്താണ് മറുപടി കിട്ടിയിട്ടില്ല, യാതൊരു രീതിയിലുള്ള ഇൻഫർമേഷൻസ് അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണില്ല, നമുക്ക് കൊടുത്ത സമയത്തിനുള്ളിൽ അഡീഷണൽ ഫീ അടയ്ക്കണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് അപ്പലേറ്റ് അതോറിറ്റി ഉണ്ട്, അവർക്ക് അപ്പീൽ കൊടുക്കാനായിട്ട് സാധിക്കും. The appeal should be made within 30 days from the expiry of such period or from the receipt of such decision of the public information officer. എന്താണ് അപ്പീൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഇൻഫർമേഷൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്നാണോ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തത് അത് കഴിഞ്ഞിട്ട് 30 ഡേയ്സിനുള്ളിൽ കിട്ടണം എന്നാണല്ലോ പറയണത്. ആ 30 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പീൽ കൊടുക്കാം. അല്ലെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അറിയിക്കും നമ്മൾ റിജക്റ്റ് ചെയ്യാനുള്ള കാരണം.
അത് കിട്ടിക്കഴിഞ്ഞ് 30 ദിവസം നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം. The first appellate authority may admit the appeal after expiry of the period of the 30 days if he or she is satisfied that the appellant was prevented by sufficient cause from filing the appeal in time. Third party can also prefer an appeal to first appellate authority against the order of the public information officer to disclose the third party information. എന്താണ്? ഫസ്റ്റ് അപ്പലേറ്റ് അതോറിറ്റിയിൽ നമ്മൾ അപ്പീൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ എക്സ്പയറി ഓഫ് ദ പീരീഡ്, എന്താണ് എക്സ്പയറി പീരീഡ് കഴിയുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യണം? അപ്പലേറ്റ് നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പീൽ. അപ്പോൾ അത് കണ്ടിട്ട് അവർക്ക് തോന്നുന്നുണ്ട് ഇതിന് കാരണമുണ്ട്, ഇങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കേണ്ട കാരണമൊന്നും ഇല്ല എങ്കിൽ അവർ പറഞ്ഞ നിർദ്ദേശപ്രകാരം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനെതിരെ പരാതി കൊടുക്കാനായിട്ട് സാധിക്കും. അതും ഏത് വെച്ചിട്ട്? തേർഡ് പാർട്ടി ഇൻഫർമേഷൻ ഉദ്ദേശിക്കുന്നത് അപ്പലേറ്റ് അതോറിറ്റിയുടെയാണ് കേട്ടോ. അപ്പലേറ്റ് അതോറിറ്റിയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സിന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ആർക്കെതിരെയാണ്? ഏത് അതോറിറ്റിയാണോ നമ്മൾക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാത്തത്. The first appellate authority should act in a fair and judicious manner. ഫസ്റ്റ് അപ്പലേറ്റ് അതോറിറ്റി പ്രവർത്തിക്കുന്ന എപ്പോഴും എങ്ങനെയാണ്? നീതിന്യായം അല്ലെ ന്യായമായ രീതിയിലായിരിക്കും. The order of the first appellate authority shall be detailed and speaking order giving justification for the decision arrived at. അപ്പോൾ ഓർഡർ ഫസ്റ്റ് അപ്പലേറ്റ് അതോറിറ്റി എന്ന ഡീറ്റെയിൽഡ് ആയിട്ട് അത് നോക്കും, ഏതൊക്കെയാണ് കാര്യങ്ങൾ വന്നേക്കണം. അതിനുശേഷമാണ് അവരെന്ത് ചെയ്യണത്? ഒരു ജസ്റ്റിഫിക്കേഷൻ നടത്തിയിട്ട് തീരുമാനത്തിലെത്തണത്. The appellate authority shall dispose of the appeal within 30 days of receipt of appeal. അപ്പലേറ്റ് അതോറിറ്റി അവർക്ക് അപ്പീൽ കിട്ടി 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? അത് തീർപ്പ് കൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇൻ എക്സെപ്ഷണൽ കേസ്, ചില കേസുകളിൽ മേ ബി എക്സ്റ്റെൻഡഡ് ടു 45 ഡേയ്സ്, 45 ദിവസം വരെ ആകാം. ഇൻ സച്ച് കേസ് ഹി ഷുഡ് ഗിവ് റീസൺ ഫോർ ഡിലേ. അങ്ങനെ 45 ദിവസം ആവുകയാണെങ്കിൽ വ്യക്തമായ കാരണം എന്ത് ചെയ്യണം? അപ്പലേറ്റ് അതോറിറ്റി ആപ്ലിക്കൻസിനെ അറിയിക്കുകയും വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്പീൽ കൊടുക്കണത് കേട്ടോ. ഒന്നില്ലെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ റിജക്ഷൻ നോട്ടീസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് 30 ദിവസം കഴിഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് അപ്പീൽ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് അപ്പീൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ 30 ദിവസത്തിനുള്ളിൽ അത് എന്ത് ചെയ്യണം? അപ്പീൽ വായിച്ച് അതിനൊരു തീരുമാനം എടുത്തിരിക്കണം. ചില കേസുകളിൽ എന്താണ് 45 ദിവസമാവാം. അങ്ങനെ വൈകുകയാണെങ്കിൽ എന്ത് ചെയ്യണം? കൃത്യമായ കാരണം ആപ്ലിക്കേഷൻസിന് അറിയിക്കുകയും വേണം. ഇനി എക്സംഷൻ ഫ്രം ഡിസ്ക്ലോഷേഴ്സ് ആണ് പറയുന്നത് കേട്ടോ. About 20 numbers organizations are exempted from RTI coverage. ഏതാണ്ട് 20ഓളം ഓർഗനൈസേഷൻസ് എന്തിൽ നിന്നും എക്സംപ്റ്റഡ് ആണ്? റൈറ്റ് ഇൻഫർമേഷൻ കവറേജ് ഇല്ലാത്ത, റൈറ്റ് ടു ഇൻഫർമേഷൻ ഇല്ലാത്ത സ്ഥാപനങ്ങൾ. അവർക്ക് എന്ത് ചെയ്യേണ്ട? അവരുടെ ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ദേ ആർ പർട്ടിക്കുലർലി ഡിഫൻസ് സർവീസസ്. സാധാരണ വരുന്നത് ഡിഫൻസ് സർവീസസ്, ആംഡ് പോലീസ് ഓഫീസേഴ്സ്, ഇവരുടെ പ്രവർത്തനങ്ങളാണ് കൂടുതലായിട്ട് എന്തിൽ വരാത്തത്? RTI കവറേജിൽ വരാത്തത്. Apart from these, there are some specific instances whereby RTI's information cannot be furnished. ഇവ രണ്ടും കൂടാതെ ചില സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യാറില്ല? ആ ഇൻഫർമേഷൻസ് പുറമേക്ക് വിടാറില്ല. These instances relate to the following. താഴെ പറയുന്ന കാര്യങ്ങളാണ് എക്സംഷനിൽ പെടുന്നത്. ഫസ്റ്റത്തെ എന്താണ്? ഇൻഫർമേഷൻ ഓഫ് ഫോറിൻ ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്. രണ്ടാമത്തത് മാറ്റേഴ്സ് ഇൻ കണക്ഷൻ വിത്ത് ഇക്കണോമിക് ആൻഡ് സയൻറ്റിഫിക് ഇൻട്രസ്റ്റ്. സാമ്പത്തികവും അതുപോലെ ശാസ്ത്രീയമായിട്ടുള്ള എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പരീക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല. ഡിസലൗഡ് ബൈ എനി കോർട്ട്. ഏതെങ്കിലും കോർട്ട് കൊടുക്കരുത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. അടുത്തത് ഇൻഫർമേഷൻ വിച്ച് അഫക്റ്റ് കോമ്പറ്റേറ്റീവ് പൊസിഷൻ ഓഫ് എനി തേർഡ് പാർട്ടി. ഏതെങ്കിലും എന്താണ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ പൊസിഷന് എന്തെങ്കിലും മൂന്നാമതൊരാൾക്കത് ദോഷകരമായിട്ട് ബാധിക്കുകയാണെങ്കിൽ, ഇപ്പം ഏതെങ്കിലും പുതിയ വ്യവസായങ്ങൾ തുടങ്ങണതോ അങ്ങനെയുള്ള സീക്രട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് തൊട്ടിട്ടുണ്ടെങ്കിൽ വേറൊരാൾ തുടങ്ങാൻ വെച്ചതായിരിക്കാം. അപ്പം എന്താണ്? അതിൻ്റെ സീക്രട്ട് പോവും. സീക്രസി എന്ന് പറഞ്ഞാൽ ആ ബിസിനസ്സിൻ്റെ ഒരു ഇതുണ്ടാവും, ഫോർമുല ഉണ്ടാവും. അത് പോയണെങ്കിൽ എന്താണ്? അയാൾക്കത് അയാളുടെ നിലനിൽപ്പിനെയായിരിക്കും ബാധിക്കുന്നത്. അടുത്തത് ഇൻഫർമേഷൻ അണ്ടർ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്.
എന്തെങ്കിലും അസാധാരണമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണെങ്കിൽ റേഷൻ ഫിഡ്യൂഷ്യറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഗൂഢമായത് അല്ലെങ്കിൽ പുറമേക്ക് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഇൻഫർമേഷൻ വിച്ച് മേ അഫക്റ്റ് ലൈഫ് ഓർ സേഫ്റ്റി ഓഫ് പേഴ്സൺ, ഒരു വ്യക്തിയുടെ ജീവിതത്തെയോ സുരക്ഷയോ ബാധിക്കുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻ ആണെങ്കിൽ പുറത്തുവിടാൻ പാടില്ല. മാറ്റർ വിച്ച് മേ അഫക്റ്റ് ആൻ ഇൻവെസ്റ്റിഗേഷൻ, നേരത്തെ പറഞ്ഞല്ലോ എന്തെങ്കിലും പരീക്ഷണങ്ങളെക്കുറിച്ചുള്ളതോ പുതിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചുള്ളതാണെങ്കിൽ പുറത്തുവിടാനായിട്ട് പാടില്ല. ഇൻഫർമേഷൻ റിലേറ്റഡ് വിത്ത് ക്യാബിനറ്റ് പേപ്പേഴ്സ്, ക്യാബിനറ്റ് പേപ്പേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു പൊസിഷൻ, ഇപ്പോൾ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, അപ്പോൾ ആ മന്ത്രിയുടെ പൊസിഷൻ എന്താണോ അവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തുവിടാൻ പറ്റാത്ത കാര്യങ്ങൾ. റൈറ്റ് ടു ആക്സസ് ഇൻഫർമേഷൻ സ്പെസിഫിക് സബ്ജക്ട്സ്, പിന്നെ എന്താണ് ചില പ്രത്യേക വിഷയങ്ങളുണ്ട് അതിനെക്കുറിച്ചൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഇൻഫർമേഷൻസ് ഒരിക്കലും പുറത്തുവിടാനായിട്ട് പാടില്ല. ഇപ്പം മെഡിസിൻസിൻ്റെയൊക്കെ ഫോർമുലാസ് ഉണ്ട്, ചില മെഡിസിൻസ് റയർ ആയിട്ടുള്ളത് അതൊന്നും എന്ത് ചെയ്യില്ല, അങ്ങനെ പുറത്തുവിടില്ല. അതുപോലെ നേരത്തെ പറഞ്ഞ പോലീസ് ആംഡ് ഫോഴ്സിൻ്റെയൊക്കെ അവരുടെയൊക്കെ കയ്യിലുള്ള എത്ര ആയുധങ്ങളുണ്ട്, പിന്നെ ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരെന്ത് ചെയ്യാറില്ല, പുറത്ത് വിടാറില്ല. ഇത്രയുമാണ് RTI കവറേജ് ഇല്ലാത്ത സ്ഥാപനങ്ങളെന്ന് പറയണത്, അല്ലെങ്കിൽ പുറത്തുമേക്ക് ഒട്ടും തന്നെ വിടാൻ പറ്റാത്ത ഇൻഫർമേഷൻസ് ഉള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയണത്. ഇനി ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ ദ സിറ്റിസൺ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് എനി ഇൻഫർമേഷൻ വിച്ച് ഇൻക്ലൂഡ്സ്, ഏതൊക്കെ ഇൻഫർമേഷൻസ് കിട്ടും എന്നാണ് പറയണത്. മെറ്റീരിയൽ എനി ഫോം മേ ബി, എനി മെറ്റീരിയൽ ഏത് ഫോമിലുള്ള മെറ്റീരിയൽ ആയിട്ടുണ്ടെങ്കിലും, ഡോക്യുമെൻറ്റ്സ് ആയിട്ടോ റെക്കോർഡ്സോ ഒപ്പീനിയൻസോ അഡ്വൈസ് ആയിട്ടോ സർക്കുലേഴ്സ് കോൺട്രാക്ട്സ് പ്രസ് റിലീസ് ഇമെയിൽസ് ഹെൽഡ് ഇൻ ഇലക്ട്രോണിക് ഓർ എനി അതർ ഫോം, ഇത്തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഇൻഫർമേഷൻസ് സിറ്റിസൻസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. സെക്ഷൻ 8 സ്റ്റിപ്പുലേറ്റ് എക്സംഷൻ വിച്ച് ഈസ്, ഇനി എക്സംഷൻ ഉണ്ട്, 4 കാര്യങ്ങളാണ് എക്സംഷൻ ആയിട്ട് പറയണത്. കൊമേഴ്ഷ്യൽ കോൺഫിഡൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, മാറ്റർ ഓഫ് ഫിഡ്യൂഷ്യറി നേച്ചർ, പേഴ്സണൽ ഇൻഫർമേഷൻ നോട്ട് ഇൻവോൾവിങ് എനി പബ്ലിക് ആക്ടിവിറ്റി ഓർ ഇൻട്രസ്റ്റ്, പേഴ്സണൽ ഇൻഫർമേഷൻ എന്തായിട്ടുള്ള പബ്ലിക് ആക്ടിവിറ്റിയുമായിട്ട് അവരുടെ താല്പര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ, നോട്ട് ഇൻവോൾവ് ആയിരിക്കുന്ന പേഴ്സണലായിട്ടുള്ള ഇൻഫർമേഷൻ ആണെങ്കിലും പബ്ലിക് ആക്ടിവിറ്റിയോ അവരുടെ ഇൻട്രസ്റ്റിനോ നേരിട്ട് ബാധിക്കാത്തതാണെങ്കിലും എന്ത് ചെയ്യേണ്ട, കൊടുക്കേണ്ട കാര്യമില്ല. അൺവാറൻറ്റഡ് ഇൻവേഷൻ ഇൻ പ്രൈവസി, മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ കടന്നു കയറുന്ന തരത്തിലുള്ളതാണെങ്കിൽ അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടില്ല. Information are made accessible through a designated public information officer and appeal if any shall be made to next higher authority in the said organization within 30 days or decision rendered by the public information officer. ഇനി ഇന്ന് ബാങ്കിങ് ട്രാൻസാക്ഷൻ ബന്ധപ്പെട്ടതാണ് മോളിൽ പറയണത്. ആ ഇൻഫർമേഷൻസ് നമ്മൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനോട് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻസ് കൊടുക്കേണ്ടത്. അതുപോലെ അപ്പീൽ കൊടുക്കണം എന്നുണ്ടെങ്കിലും നെക്സ്റ്റ് ഹയർ അതോറിറ്റി ഏതാണ്, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് മുകളിൽ ഹയർ അതോറിറ്റി ഉണ്ടെങ്കിൽ അവർക്കാണ് നമ്മൾ അപ്പീൽ കൊടുക്കേണ്ടത്. എങ്ങനെയാണെങ്കിൽ മാത്രം ഓർഗനൈസേഷൻ നമുക്ക് 30 ഡേയ്സിനുള്ളിൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹയർ അതോറിറ്റിക്ക് അപ്പീൽ കൊടുക്കുന്നത്. സെക്കൻഡ് അപ്പീൽ ഈസ് ഓപ്പൺ ടു ബി മെയ്ഡ് ടു സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ വിത്തിൻ 90 ഡേയ്സ്. ഇനി ഫസ്റ്റ് അപ്പീൽ പോയിട്ട് തള്ളിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് അപ്പീൽ പോവാം. സെക്കൻഡ് അപ്പീൽ എപ്പോഴും കൊടുക്കണമായിരിക്കണം. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഉണ്ട്, അവർക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. എത്ര ദിവസത്തിനുള്ളിൽ, 90 ഡേയ്സിനുള്ളിൽ കേട്ടോ. അപ്പോൾ അപ്പീൽ കൊടുക്കുന്നത് 30 ഡേയ്സിനുള്ളിൽ ഫസ്റ്റ് അപ്പീൽ, സെക്കൻഡ് അപ്പീൽ വരുന്നത് 90 ഡേയ്സിനുള്ളിൽ കൊടുത്തിരിക്കുകയും വേണം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ പറയണത് കേട്ടോ. പ്രൊസീജിയർ ഫോർ ഫയലിംഗ് ആപ്ലിക്കേഷൻ പറഞ്ഞ്, പിന്നെ പറഞ്ഞ ടൈം ലിമിറ്റ് ഫീയും ഗ്രൗണ്ട് ഫോർ റിജക്ഷൻ പറഞ്ഞ്, അപ്പീല്, എക്സംഷൻ ഫ്രം ഡിസ്ക്ലോഷർ, ബാങ്കിങ് ട്രാൻസാക്ഷൻസ്.